വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്കും കരട് പട്ടികയിൽ നിന്ന് പല കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട ആളുകൾക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ 2026 ജനുവരി 22-ാം തീയതി വരെയാണ് ഇപ്പൊ സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന പരാതികളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് 2026 ഫെബ്രുവരി 21-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 18 വയസ്സ് പൂർത്തിയായവർക്കും പ്രവാസികൾക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ആവശ്യമായിട്ടുള്ള രേഖകളാണ് ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഉപയോഗിക്കാം. വയസ്സ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് SSLC അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, മേൽവിലാസം തെളിയിക്കുന്നതിന് റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് ഉപയോഗിക്കാം. ഇനി SAR ഡിക്ലറേഷൻ ശ്രദ്ധിക്കുക. പുതിയ അപേക്ഷയിൽ SAR ഡിക്ലറേഷൻ നിർബന്ധമാണ്. കുടുംബാംഗത്തിൻ്റെ എപ്പിക്, അതായത് വോട്ടർ ID, അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, ഇവരിൽ 2025 ലിസ്റ്റിൽ പേരുള്ള ഒരാളുടെ വോട്ടർ ID വിവരങ്ങൾ. കാണുന്നത് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. ശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ മണ്ഡലം ഏതാണോ ആ മണ്ഡലം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമാക്കുന്ന പ്രൂഫ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ഡോക്യുമെൻ്റ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് ഏതാണോ ആ ഡോക്യുമെൻ്റ് നിങ്ങൾ ഇവിടെ സമർപ്പിക്കുക. ശേഷം താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ പേര് എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് അത് മലയാളത്തിൽ കാണാൻ വേണ്ടി പറ്റും. ശേഷം വരുന്ന കോളത്തിൽ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആധാർ നമ്പർ എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഏതാണോ ആധാർ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ആധാർ നിങ്ങൾക്കില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് മൊബൈലാണെങ്കിൽ സെൽഫ് മൊബൈൽ, അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ മൊബൈലാണെങ്കിൽ റിലേറ്റീവിൻ്റെ മൊബൈൽ, രണ്ടായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് എന്ന് യൂസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആയിരിക്കണം. കാരണം നിങ്ങളുടെ വോട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് OTP വരിക ഈ മൊബൈൽ നമ്പറിലായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം. ഇനി അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് വരുന്ന കോളത്തിൽ ഡിസബിൾ ആയ ആൾക്കാർക്ക് വേണ്ടി പൂരിപ്പിക്കാനുള്ള ഒരു കോളമാണ്. അതിൽ ഡിസബിൾ ആയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിൽ പൂരിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന കോളത്തിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ള ഒരു കോളമാണ്. അതിനായി നിങ്ങൾ ഇത് ഫുള്ളായി ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യം വരുന്ന ഓപ്ഷൻ ഹൗസ്, ബിൽഡിംഗ്, അപ്പാർട്ട് നമ്പർ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഹൗസ് നമ്പർ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മലയാളത്തിൽ വരും. ഇനി മലയാളത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ചേഞ്ച് ആക്കാവുന്നതാണ്. ശേഷം വരുന്നത് നിങ്ങളുടെ ഏത് സ്ട്രീറ്റ് ആണോ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അത് മലയാളത്തിൽ അവിടെ വരും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വില്ലേജ് ഏതാണോ ടൗൺ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങളുടെ താലൂക്ക് ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ കൊടുത്ത വിവരങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് പ്രൂഫായി നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഡോക്യുമെൻ്റ് ഫോർ പ്രൂഫ് ഓഫ് റെസിഡൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക.
ശേഷം സെലക്ട് ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന കോളത്തിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിൻ്റെ പേര് കൊടുക്കാനാണ്. നിങ്ങളുടെ ഫാമിലി മെമ്പർ ആരാണോ അവരുടെ പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അവരുമായുള്ള ബന്ധം എന്താണോ അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൊടുത്ത റിലേറ്റീവിൻ്റെ എപ്പിക് നമ്പർ ഏതാണോ അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫാമിലിയുടെ എപ്പിക് നമ്പർ നിങ്ങൾ കൊടുത്താൽ മാത്രമേ വോട്ടർ ലിസ്റ്റ് വരുമ്പോൾ അവരുടെ അടുത്തായി നിങ്ങളുടെ പേര് വരികയുള്ളൂ. അതിനു വേണ്ടിയാണ്. അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 2002 SIR ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളാണ് നിങ്ങൾ ഇവിടെ നൽകേണ്ടത്. അതിനായി നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ജില്ലയാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന പാർട്ടി സീരിയൽ നമ്പർ എന്നുള്ളത് നിങ്ങളെ ക്രമ നമ്പർ ഏതാണോ ആ ക്രമ നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ 2002 നിങ്ങളുടെ റിലേറ്റീവിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ബോക്സ് ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വില്ലേജ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതിന് താഴെ കാണുന്ന മന്തും അതുകൂടാതെ ഇയറും നിങ്ങൾ ശേഷം സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണോ ആ സ്ഥലം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം താഴെ ഓട്ടോമാറ്റിക്കലായി നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് അവിടെ വന്നിരിക്കും. ഇതിൽ നമ്മൾ ഫോം 6 ഫുള്ളായി പൂരിപ്പിച്ചതിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. നിങ്ങൾ എന്താണോ ഡീറ്റെയിൽസ് കൊടുത്തത് ആ ഡീറ്റെയിൽസ് മൊത്തമായി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന കീപ്പ് എഡിറ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഡൗൺലോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫോം 6 നമ്മൾ ഫുള്ളായി ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം.